പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ജനക്കൂട്ടത്തിൻ്റെ വലിയ ക്രോധത്തിൽ നിന്ന് ഒരു സ്ത്രീയെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ, ഒന്നാമത്തെ വായനയിൽ ദാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനിലൂടെ സുസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന ദൈവ കരുണയെ, പരിപാലനയെ നമ്മൾ വായിക്കും. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ള വചനമാണ് ആവർത്തിച്ച് പറയുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും. എല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ്. ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. അതൊന്ന് ഓർത്താൽ മതി. ഒരുപാട് ധ്യാനിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ തരുന്ന സുവിശേഷ ഭാഗം. എന്നാൽ അതിനകത്ത് അവസാനം ഇതാണ്, ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. നമ്മളെ കർത്താവ് സംരക്ഷിക്കുന്നുണ്ട്. ഇത്രയും ക്രോധം നിറഞ്ഞൊരു മനുഷ്യർ, കല്ലുകളുമായിട്ട് വന്നിരിക്കുന്ന മനുഷ്യർ, അവർ കല്ല് നിലത്തിട്ട് പോകുന്ന വിധത്തിൽ കർത്താവ് കാര്യങ്ങൾ നമുക്ക് വേണ്ടി അനുകൂലമാക്കി ഡീൽ ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. ഈ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിരുന്ന സൂസന്ന എന്ത് കൂളായിട്ടാണ് തെറ്റുകാരിയല്ല എന്നുള്ള ഉറപ്പോടുകൂടെ ഇറങ്ങിപ്പോവുകയും അവൾക്കെതിരായിട്ട് വന്നവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതെന്നത് കാണുന്നു. കർത്താവ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കർത്താവ് മാത്രമല്ല, അവിടുത്തെ ഇടപെടൽ വഴിയായി നമ്മുടെ ചുറ്റുമുള്ളവർ പോലും നമ്മൾക്ക് എതിർത്ത് നിന്നവർ പോലും നമുക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണും. കാരണം ഈ ഒരു സംഭവത്തിൽ കർത്താവ് മാത്രമല്ല അവളോട് കരുണ കാണിച്ചത്. അവരെ ഓരോരുത്തരായി, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ നിലത്തിട്ട് പോയി എന്ന് പറയണേ. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ, അവൻ്റെ വാക്ക് ശക്തമായി ഉള്ളിൽ തറച്ചില്ലായിരുന്നുവെങ്കിൽ, അതിനവർ മനസ്സ് കാണിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ലായിരുന്നെങ്കിൽ, ആ ഓരോ കല്ലും അവളുടെ മേൽ പതിക്കേണ്ടതാ. പക്ഷേ കർത്താവിൻ്റെ ആ ശക്തമായ വാക്കുകൾ മനസ്സിലേക്ക് ഏറ്റെടുക്കാനും അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്നതാ, ഒരു സംശയമില്ല. ഇത്രയും കാലം നമുക്കെതിരായിട്ട് നിന്നവരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നൊരു കാഴ്ച, ആ ഒരു അനുഭവം ആലോചിച്ച് നോക്കിയേ. നടക്കുന്നേ, അത് തീർച്ചയായിട്ടും നടക്കും. നമ്മൾ പറയുന്ന പരാതി ഉണ്ടല്ലോ, ഒരാൾക്കും എന്നെ മനസ്സിലാവുന്നില്ല, എല്ലാവരും എന്നെ എതിർത്ത് നിൽക്കുന്നു, എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ പറഞ്ഞ മനുഷ്യരൊക്കെ നമ്മളെ മനസ്സിലാക്കുന്ന വിധത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതാണ്. പക്ഷേ അതിനൊരു കാര്യം ചെയ്യണം, നമ്മൾ അവൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങണം. മേലിൽ പാപം ചെയ്യരുത്. കർത്താവ് പറയുന്നൊരു കാര്യം, സമാധാനത്തിൽ പൊക്കോ, ഇനി ഞാനും നിന്നെ വിധിക്കണമെന്നില്ല, പക്ഷെ ഇനി കർത്താവിൻ്റെ വഴി കൂടി നടക്കുക, ഈശോയുടെ മനസ്സനുസരിച്ച് ജീവിച്ചു തുടങ്ങുക. അങ്ങനാണെങ്കിൽ സംരക്ഷണം ലഭിച്ചിരിക്കും. അങ്ങനെ അല്ലെങ്കിലും സംരക്ഷണം ലഭിക്കും കേട്ടോ. പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരാട്ടിടയൻ ആടിനെ അന്വേഷിച്ച് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലിടയൻ്റെ ഉപമയൊക്കെയാണ്. അവിടെ ആട് പോയത് ആടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പക്ഷെ അങ്ങനെ ഒരു ആടിനെ വിട്ടുകളയാനായിട്ട് ഈ ഇടയൻ തയ്യാറല്ല. എങ്കിലും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, മേലിൽ പാപം ചെയ്യാതിരിക്കുക. അത് കർത്താവിൻ്റെ ആഗ്രഹമായിട്ട് എടുത്താൽ മതി. നമ്മളെ തിരിച്ചെടുക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും നമുക്ക് പരിപാലനയുടെ കോട്ടയായി ചുറ്റും നിൽക്കുകയും നമുക്കെതിരായി നിന്നവരെ പോലും നമുക്കായി തിരിക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ ആഗ്രഹമാണിത്. മേലിൽ പാപം ചെയ്യരുത്, എൻ്റെ വഴിയെ നടക്കുക, എൻ്റെ നീതിയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകും. എന്നിട്ടും നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് നന്ദികേടല്ലേ. ഉറപ്പാണ് നമുക്ക് സംരക്ഷണം ലഭിച്ചിരിക്കുക. അവൻ്റെ കരം പിടിച്ച് മോശ അതാണ് പറയണത്, കർത്താവെ, അങ്ങ് ഞങ്ങളോടുകൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാനും നിൻ്റെ ജനവും ഈ ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. അവർ നടക്കുന്ന വഴിയെ ആയിരിക്കില്ല, അവർ പോകുന്ന തിന്മകളിലൂടെ ആയിരിക്കില്ല, അവരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ മുൻപിലായിരിക്കില്ല ഞങ്ങൾ ആരാധന നടത്തുന്നത്. നേരെ മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അങ്ങനെ കർത്താവ് ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ നൽകുന്ന സംരക്ഷണത്തിൻ്റെ കരങ്ങളിൽ മുഴുവനായ ആശ്രയം വെച്ചുകൊണ്ട് ഈ രണ്ട് സ്ത്രീകളും രക്ഷപ്പെടുന്നത് ഈ സ്വർഗത്തിൻ്റെ കരുണയുണ്ടാണ്. ഒരു സ്ഥലത്ത് ദാനിയേലിനെ കൊണ്ട് സ്വർഗം സത്യം തെളിയിക്കുമ്പോൾ ഇവിടെ കർത്താവ് തന്നെ അവൾക്ക് കോട്ടയായിട്ട് മാറുന്നത് കാണും.
പലതവണ ഈ ഒരു നോൻപ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട വചനമാണ്. ദുഷ്ടൻ മനസ്സ് തിരിഞ്ഞ് എന്നിലേക്ക് തിരിച്ചു വരുന്നതിലല്ലേ, അവൻ നശിച്ചു പോകുന്നതിലല്ലല്ലോ എൻ്റെ ഇഷ്ടം. ഈ ആദ്യത്തെ കൊലപാതകിക്ക് എസ്കോട്ട് പോകുന്ന കർത്താവിനെ നമ്മൾ കാണും. അത്രയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവരോട്, തൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കുന്ന പിതാവായ ദൈവത്തിന്, കർത്താവിൻ്റെ കാരുണ്യത്തിന് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെയൊക്കെ ഇങ്ങനെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? അങ്ങനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം, മഹാകാരുണ്യത്തെ നമ്മൾ കാണുന്നത്. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക്, പരിപാലനയുടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഒന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം തരണമേ എന്ന്. ഈ ലോകം മുഴുവൻ എതിർത്ത് നിൽക്കുന്ന നേരത്തും, അത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ നിങ്ങളെ എതിർക്കാൻ വരുമ്പോൾ നിങ്ങൾ അവർക്ക് മുന്നിലായിട്ട് ഇങ്ങനെ ഓടാൻ നോക്കും. അപ്പോൾ ഈ ലോകം നിങ്ങളെ അനുഗമിക്കുന്നവരായിട്ട് കാണാൻ പറ്റും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ മാത്രമേ ഇങ്ങനെയുള്ള വലിയൊരു ലോകത്തെ തന്നെ നമുക്ക് നേരിടാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെ തളർച്ചയാണ് നമുക്ക്. ആരും കൂട്ടില്ലെന്നും കാര്യങ്ങൾ ശരിയായിട്ട് നടക്കുന്നില്ലെന്നും, ഈ പ്രയാസങ്ങളുടെ നടുവിൽ എൻ്റെ ലൈഫ് തീർന്നെന്നും, ഒരു കരിയർ അവസാനിച്ചെന്നും, ഇനി എനിക്കൊരടി മുന്നോട്ട് വയ്ക്കാനാവില്ലെന്നും ഒക്കെ ചിന്തിച്ച് നിൽക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ നമ്മൾ കണ്ടുമുട്ടുന്ന 10 പേരിൽ ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് സൈക്കോളജിസ്റ്റ് നമ്മളോട് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. കർത്താവ്, ഞങ്ങൾക്ക് ഈ ഒരു ചിന്ത തരണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനായി കൂടെ ഉണ്ടെന്നും ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പ്രത്യാശയോടുകൂടെ അവൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. കർത്താവെ, അതിൽ തന്നെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദം കാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സക്കേവൂസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭവനത്തിന് രക്ഷ കൊടുത്ത കർത്താവ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറഞ്ഞൊരു കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മളെ പരിഗണിക്കില്ലെന്നാണോ വിചാരിക്കണേ? എത്ര തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ലാന്ന്. ഒന്നവൻ്റെ മുൻപിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തിരിച്ചു ചെല്ലാനായാൽ എത്രമാത്രം സംരക്ഷണം കിട്ടുമെന്നറിയൂ. അങ്ങനെയാണെങ്കിൽ സുസന്നയെ പോലെ സ്നേഹത്തോടും സത്യസന്ധതയോടും കൂടെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിലോ കർത്താവ് സംരക്ഷണ കോട്ടയായി പൊതിയുക തന്നെ ചെയ്യില്ലേ? പിന്നെന്തിനാ പേടിക്കണേ? ഈശോ നോക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.